മറ്റേ വണ്ടി എന്താ പ്രശ്നം? അത് പെട്രോൾ ഇവനൊന്ന് മെയിൻ ഗാരേജ് ആക്കി. നീ പൈസക്കാരൻ തന്നെ അല്ലേ ശരിക്കും? പെട്രോൾ മെയിൻ ഗാരേജ്. അപ്പൊ നീ വരുന്നില്ലേ? എടാ അവിടെ മറ്റോ വരുന്നില്ല. നിങ്ങളാരാ? എന്റെ പേര് തൊപ്പി. നിങ്ങളെ പേരെന്നാ? എന്റെ പേര് അലിബായ്. ഇവരോടെ പേരെന്താ? തൊപ്പി. തൊപ്പിയോ? ആ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സിറ്റിയില്? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? അങ്ങനെ വെറുതെ ഇറക്കുക. എന്നാ എന്തെങ്കിലും ചെയ്യാന്താ? അല്ല, ഞാൻ ടാക്സി ഡ്രൈവറാ. ഞാൻ ടാക്സിന്റെ ഇത് കൊടുത്തില്ല, പക്ഷെ ടാക്സി കിട്ടിയില്ല. ഞാൻ ടാക്സി ഡ്രൈവറാന്ന് തോന്നുന്നു. സിറ്റിയില് കൊറേ പണിയൊക്കെ ചെയ്യാണ്ട്. ആ, നിങ്ങളെ പേരെന്നാ പറഞ്ഞേ? എന്റെ പേര് അലിബായ്. അലിബായ്. ആ, ഓക്കെ ഓക്കെ. ഇതെന്താ പണി? നമ്മളെ ഫ്രണ്ടാണ്. റേഡിയോയില് കേറിയാ മതി. ആടാടാ. ഓക്കെ ഓക്കെ. പിന്നെ പാവം അലിബായ് സിറ്റിയിൽ എന്നിട്ട് കൊറേ ദിവസമായോ? ഓ, അലിബായ് DRV അലിബായ് കണ്ട അലിബായ്. ഇതാരാള്? ബില്ലുള്ളിയാ സീന? ഹലോ അലിബായ്. അലിബായ് ആ പറ പറ. കേക്കുന്നില്ലേ? പൈസ തരോ? കുറച്ച് പൈസ തരോ? പൈസ തരാല്ലോ. എനിക്കെന്തിനാ പൈസ? എനിക്ക് പെണ്ണിനെ സെറ്റാക്കാൻ. അല്ല, ഗണ്ണ് വാങ്ങാന്. അല്ല, ഗണ്ണ് വാങ്ങാന്. ഗണ്ണ് വാങ്ങാന്. പെണ്ണിനൊക്കെ സെറ്റാക്കിട്ട് എന്തിനാ? നന്നായിട്ട് നടന്നൂടെ? എടാ ഫുൾ ഡിപ്രഷനാടാ. പെണ്ണായിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കൂല. എന്ത് പറ്റി? എന്തിനാ ഡിപ്രഷൻ? എന്തിനാ പറ, കാര്യം പറ. എടാ ഒന്നും ഇവിടെ പറയാൻ പറ്റൂല. അല്ല, സിറ്റിയിലെ ഡിപ്രഷൻ പറയാ, പുറത്തത്തെ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. സിറ്റിയിലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാ ഒരുത്തി എന്നെ പെണ്ണാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച്. എന്നിട്ട് ഞാനെല്ലാം സെറ്റായിട്ട് ഓളൊന്നിച്ച് കേറി എന്നെ വിളിച്ചു വാ റൂമിലേക്ക് പോകാന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചാടാ. ബാംഗ്ലൂർ പോയതാണ്. അല്ല, ഇവിടെ പോയതാണ്. റൂമിൽ കയറിയിട്ട് എല്ലാം ആക്കിയിട്ട് അത്രയും ഇതെല്ലാം കിസ്സെല്ലാം ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോ കൊല എടുത്ത് പുറത്തിട്ടടാ. ഞാനെന്താ ചെയ്യണ്ടേ? എടാ, ആ നൈറ്റ് മെയർ നിനക്ക് കിട്ടിയില്ല. നിനക്ക് ചിരിക്കാ അത് പറയുമ്പോ. ആ നൈറ്റ് മെയർ സിറ്റുവേഷൻ നിനക്ക് വന്നാ നീ എല്ലാ ദിവസവും ഉറക്കത്തെ എണീക്കും, നെട്ടി എണീക്കും. പിന്നെ നീ ഏത് ട്രാൻസിനെ കണ്ടാലും നീ പേടിക്കും. സിറ്റിയില് ട്രാൻസ് പറഞ്ഞിട്ട് അങ്ങനൊന്നും ഇല്ല. നമ്മളങ്ങനെ പറയാൻ പാടില്ല. കാരണം എല്ലാ ഗേൾസും നമ്മളെ ഗേൾസ് ആയിട്ട് ക്യാരക്ടറായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഗേൾസ് ആണ്. ഒരു പാവാൻ തോന്നണ. അല്ല, ആ ചോപ്പ് കൂടി പാവാൻ തോന്നാ. അതിനെ ഞാൻ കമ്പനി ആക്കിക്കോളാം. അത് ഞാൻ പറഞ്ഞോക്കിയാക്കിക്കോളാം. അല്ല, നീ ഇങ്ങനത്തെ കാര്യങ്ങള് പറയാതിരുന്നാ മതി. ബാക്കി നിങ്ങളെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആവാം. മനസ്സിലായോ? എടാ, എന്റെ കേസ് സ്റ്റാർ ഒന്നും കാണുന്നില്ല. എന്റെ കേസ് പോയാ? സ്റ്റാർ ഒന്നും കാണിക്കൂല ഇവിടെ. സ്റ്റാർ ഒന്നും കാണിക്കൂല. നമ്മ എവിടെ പോകുന്നത്? നീ എന്നെ എവിടെ കൊണ്ടുപോകുന്നത്? നിങ്ങളെന്താ പരിപാടി? നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങളെന്താ പരിപാടി? ഞാന് ഇവിടെ ചെറിയൊരു ഗ്യാങ്ങിലാണ്. എന്താ ഗ്യാങ്ങിന്റെ പേര്? ഗ്യാങ്ങിന്റെ പേര് വാഗോസ് എന്നാണ്. വാഗോസാ? അന്നയും കൂട്ടോ നിങ്ങളെ പേരോ? ഗ്യാങ്ങോസ് എവിടെയാ? ഗ്യാങ്ങോസ് കാണിച്ചതാ. മറ്റേ TV ഗ്യാങ്ങോസിൽ പോവാ. TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയിലുള്ള TV നമ്മൾ വേറെ ഇതിലുള്ള ഗ്യാങ്ങിന്റെ പേര് ഏതെല്ലാണ്? MORP അല്ല. നമ്മള് ഗ്യാങ്ങിന്റെ പേര് നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാങ്ങിന്റെ പേര് അതേപോലെ എത്ര ആൾക്കാർ ഗ്യാങ്ങിന്റെ കണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കാണും. മാസ് ഇവരെനിക്കറിയാം. മാസ് ഡിസ്കോർഡില് അഗോറീസ് ബെനേലിയം കമ്മട്ടിപ്പാടം റെഡ് ലൈൻ മോട്ടോഴ്സ് സ്കള്ളക്സ് സാമ്രാജ്യം. അടി ഇവരെ ഗ്യാങ്ങിന്റെ പേരിലൊന്നും ഒരു ഗുമ്മില്ലാലാടാ. ഒരുമാതിരി തൂറാമുട്ടിയ പിള്ളേരെ പേര്. അങ്ങനല്ല. എടാ, നിങ്ങളെ ഗ്യാങ്ങിന്റെ പേരെന്താ പറഞ്ഞ? അത് നൈസാണ്. അതെ, ഓരോ അതിൽ കാണുന്നില്ലല്ലോ. വേഗോസ് ഇതാ. ഓക്കെ, എല്ലാവർക്കും ഓരോ ഗെയിമിനും ഓരോ ടൈപ്പില് പ്രത്യേകത ഉണ്ട്. മനസ്സിലായോ? വാഗോസ് നമ്മളെ ഫോളോ ചെയ്യുന്നത്
നിങ്ങളെ ഗ്യാങ്ങിന്റെ വണ്ടി ഏത്? ഗ്യാങ്ങിന്റെ വണ്ടിയൊക്കെ ഗ്യാങ് ഹൗസിൽ ഉണ്ടാവാ. ഓക്കെ. എടാ ഇതിങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കലല്ലോ. എടാ ഈ ഗെയിം ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെന്താ ചെയ്യേണ്ടത്? വെടി വെക്കാൻ പോയി ഞാൻ. ആകെ ഒരു കുറച്ച് പണ്ടുണ്ടായത് TDM കളി ഗണ്ണെടുത്ത് അടിക്കാൻ പോയതാണ്. അതിൽ നല്ല കുറച്ച് രസം ഉണ്ടായിരുന്നു. ഞാൻ തത്സമയാണ്. ഞാൻ ഗണ്ണെടുത്ത് അടിക്കാൻ പോയപ്പോ കുറച്ച് നല്ലൊരു ഇതിട്ടായി. അവൻ വലിയ ഇതുണ്ടായിട്ട. വേറെ എന്താ ചെയ്യാൻ പറ്റുക? ടാക്സിന്റെ എല്ലാം എന്തോ പരിപാടി ഇല്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ടാക്സി സർവീസ് ഉണ്ട് ഇവിടുത്തെ. വർക്കുകൾ എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു പയ്യുണ്ട്, ഞാൻ അവനോട് നമുക്ക് അവന്റെ കൂടെ പോകും. എടാ ശുപ്പാണ്ടി, ഹലോ കേക്കുന്നുണ്ടാ? എടാ നീ ഗ്യാങ് ഹൗസോ? നിങ്ങൾക്ക് ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളും അറിയില്ലേ? ശുപ്പാണ്ടി ശുപ്പാണ്ടി നമ്മളെ ഗ്യാങ് ഹൗസോ? എന്നെ പണ്ട് ചെറുപ്പത്തില് ചുപ്പാണ്ടി എന്ന് വിളിക്കലുണ്ട്. അതെന്തിനാ വിളിക്കല? അമ്മ മറന്നു. എന്റെ ഉപ്പ വിളിക്കാൻ തുടങ്ങിയതാ, പിന്നെ എല്ലാരും വിളിക്കാൻ തുടങ്ങി. നല്ലതല്ലേ ശുപ്പാണ്ടി പറഞ്ഞത്? നല്ലതല്ലേ? പണ്ടത്തെ ഒരു ക്യാരക്ടറാണ് ബാലരമേല. ഇതാണ് നമ്മളെ ഗ്യാങ് ഹൗസ്, നമ്മളെ ഫാമിലി ഹൗസ്. ഞാൻ ഷർട്ടൊന്നും ഇട്ടില്ല. ഗ്യാങ് ഹൗസ് പോവാ. അടിപൊളി റിച്ചാന്ന്. അത് ഡോർ തുറക്കണം. ഡോർ ഒന്നോ കയറി കയറി കയറി. ഞാൻ അവന് ഗ്യാങ് ഹൗസ് കാണിച്ചു കൊടുക്കട്ടെ. ഇത്രയും വലിയ ആൾക്കാരായിരുന്നാ?